നല്ല കിടുക്കാച്ചി മഴയാണ്. കറണ്ടില്ല, ഇൻവേർട്ടറില്ല, ഒറ്റത്തുള്ളി കുടിവെള്ളം പോലുമില്ല, പൊടി പോലുമില്ല. കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞ മാതിരിയാണ്, ഒരു തുള്ളി പോലും വെള്ളമില്ല കുടിക്കാൻ. അപ്പോൾ അതുകൊണ്ടേ കഷ്ടപ്പെട്ട് ഇച്ചിരി വെള്ളം കോരാൻ പോയാലോ എന്നിങ്ങനെ ആഗ്രഹിക്കുന്ന സമയമാണ്. പിന്നെ പണ്ടൊക്കെ ആൾക്കാർ തള്ള നനയാതിരിക്കാൻ വാഴയില വെക്കും, ചേമ്പല വെക്കുമെന്ന് കേട്ടിട്ടുണ്ട്. എനിക്ക് അതിനുള്ള സാഹചര്യവും സമയവും ഇല്ല. കിട്ടിയതൊരു ചെറിയ പ്ലാസ്റ്റിക് കൂടെ. അപ്പം ഞാൻ പതുക്കെ തല താത്തിട്ടുണ്ട്. മഴ കിടുക്കാച്ച് മഴ വരാൻ പോവുക. അതിന് മുന്നേ എന്നാണെന്നറിയോ, 2 ബക്കറ്റൊക്കെ എടുത്തിട്ടുണ്ട്. എന്നേക്കാൾ വലിയ തൊട്ടിയാണ്. അങ്ങനെ 2 തൊട്ടിക്കകത്ത് ഇച്ചിരി വെള്ളമൊക്കെ കോരിക്കൊണ്ട് ഓടി വരാമെന്ന് വിചാരിക്കണോ. ഞാൻ വേഗം വെള്ളം കോരാൻ പോവാം. അപ്പോൾ അറിയാമായിരിക്കുമല്ലോ അല്ലേ, അതിലിപ്പോൾ ഇന്നത്തെ കാലത്തെ പിള്ളേർക്കൊന്നും അധികം വശമില്ല. പണ്ട് ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ ഈ കറണ്ടും വെള്ളമൊന്നുമില്ല, എല്ലാ ദിവസവും വെള്ളം കോരൽ തന്നെയായിരുന്നു പരിപാടി. അപ്പം വീണ്ടും ഞാൻ കുറേ കാലത്തിന് ശേഷം ഇച്ചിരി വെള്ളം കോരാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ പോരെ കേട്ടോ. 2 തൊട്ടി നിറച്ചെടുത്തിട്ടുണ്ട്. ഈ 2 തൊട്ടിയിൽ ഇന്ന് വെള്ളം കോരി ഞാൻ തകർക്കും. കിണറ്റില്ല, വെള്ളം തീരുകയും ചെയ്യും. കിണറിൻ്റെ കരയിലേക്ക് എത്തി തൊട്ടിയൊക്കെ ഇട്ട് വെള്ളം കോരാൻ പോവുകയാണ്. ഇത് വള്ളംകളിയല്ല കേട്ടോ, മഴ വരുന്നുണ്ട്. ഇച്ചിരി റൊമാൻറ്റിക് ശേഷം ഇച്ചിരി വെള്ളം കോരാൻ പോവാം. വെള്ളം നിറഞ്ഞു കിടക്കുന്നതുകൊണ്ട് ഒരുപാട് കഷ്ടപ്പെടാണ്ട് വെള്ളം കോരാം. കിണർ നിറഞ്ഞു കിടക്കണം. പിന്നെ കിണറ്റിലെ വെള്ളം കോരുന്നുണ്ട് മെതടൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. ഇങ്ങനെയാണ് വെള്ളം തുടിച്ച് കോരണമെന്നൊക്കെയാണ് ആൾക്കാർ പറയുന്നത്, പഴമക്കാർ പറയുന്നത്. എന്നാലോ എന്താണ് പൊക്കത്തിലെ വെള്ളം കോരുമ്പം കരടൊന്നും ഉണ്ടാകാതിരിക്കാൻ ഞാൻ ഇച്ചിരി തുടിച്ച് പോയി കേട്ടോ. പണ്ടൊക്കെയാണെങ്കിൽ കിണറിന് കുറേ ആഴമുണ്ട്. വേനൽക്കാലത്താണെങ്കിൽ താഴെ വരെ കോരി പണ്ടരടക്കും. അപ്പോൾ നിങ്ങൾ ഓർക്കുന്നതിലൊന്നും അല്ല പിള്ളേരെ, മുടിഞ്ഞ പണിയാണ്. ഒരു 5-8 തൊട്ടിക്കകത്ത് വെള്ളം കോരാനുള്ള ശ്രമമാണ്. ക്യാമറ ഒന്ന് സെറ്റ്. അയ്യോ തണുക്ക് നിൽക്കണ്ട കേട്ടോ, നല്ല തണുപ്പ്. നമുക്ക് പോരാ മഴ ആടിട്ടോ, മഴ ചാടി തണുക്കുന്നുണ്ട് കേട്ടോ. കുഞ്ഞുകൂട്ടിയൂടെ ഉണ്ടല്ലേ, നിൽക്കാം, അത് ഞാൻ വേണ്ട. അപ്പോൾ വെള്ളം കോരി പരിപാടിയൊക്കെ തീർക്കും. പിന്നെ ഒരു ഗുണമുണ്ട്, എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ മഴക്കാലത്തായതുകൊണ്ട് നമ്മൾ നനക്കുന്നുള്ളൂ. ഈ വേനൽക്കാലത്താണെങ്കിൽ ഉള്ള പറമ്പിലെ ചെടിക്ക് മുഴുവൻ വെള്ളം കോരിയെടുത്ത് നമ്മൾ പണ്ടാരടങ്ങി. അപ്പോൾ അതൊന്നും ചെയ്യണ്ട, അങ്ങനെ വലിയൊരു ഗുണമുണ്ട്. വിഷയദാരിദ്ര്യം കൊണ്ടാണ് വീഡിയോ ഇങ്ങനെയൊക്കെ ഇടുന്നതെന്ന് ചിന്തിച്ചാലും കുഴപ്പമില്ല. കുറച്ച് ദിവസമായില്ല വീഡിയോ ഇട്ടിട്ട്, കുറച്ച് കാണാനൊന്നുമില്ല. നാട്ടിൽ വന്നിട്ട് എന്നെ ചെയ്യുക, നിങ്ങളെ കാണാനേ ഇല്ലെന്ന കുറേ പേര് പറയാം. ചത്തോ അത് ഇരിപ്പുണ്ടോയെന്ന് സംശയമുള്ള കുറേ ആൾക്കാരുണ്ട്, അവർക്ക് വേണ്ടിയിട്ട് ഇടുന്നത് കേട്ടോ. ഒരു സാധനം കൂടെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ആടലോടോ എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലേ, നമ്മുടെ പുറയിൽ ഒരു കുഞ്ഞ് ആടലോടോ ഒക്കെ നിൽപ്പുണ്ട് കേട്ടോ. അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. ജലദോഷമൊക്കെ വരുമ്പോൾ എന്ത് ചെയ്യണം, ആടലോടകത്തിൻ്റെ നീര് ഇടിച്ചു പിഴിഞ്ഞ് മുട്ടയ്ക്കകത്ത് ഒഴിച്ച് കുടിക്കുക. ആടലോടകമാണ് ഈ ആടലോടകം കണ്ടെന്ന് വിചാരിക്കണം കേട്ടോ. അപ്പോൾ ആടലോടകത്തിൻ്റെ ജലദോഷം വളരെ അത്യാവശ്യമായതുകൊണ്ട്. പിന്നെ ഒരു സാധനം കൂടിയുണ്ട്, തുളസി ചെടി. ഇതേ അപ്പുറത്ത് നിൽപ്പുണ്ട്. ഈ സാധനം ഉണ്ടല്ലോ, ഇതിൻ്റെ പേരെന്നായിരുന്നു അറിയാമോ? ഇത് ആദിവാസികളൊക്കെ കറി വെച്ച് കഴിക്കുന്ന ഒരു സാധനമാണ്. ഈ കർക്കിടകത്തിലൊക്കെ ആ സാധനത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി. പക്ഷേ ഇത് കറി വെച്ച് കഴിക്കുന്ന സാധനമാണ്. തകരയാണോ ഇത്? അതോടൊന്ന് ഞാൻ മറന്നുപോയി സാധനം എന്നാന്ന്. പക്ഷേ ഈ സാധനം കറി വെച്ച് കഴിക്കുന്ന കേട്ടോ, അങ്ങനെ പറയൽ പറമ്പിൽ അതൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ ജലദോഷത്തിന് വേണ്ടുന്ന അത്യാവശ്യപ്പെട്ട സാധനങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ പറമ്പിൽ. അപ്പോളേ വെള്ളമൊക്കെ ഒരു കഴിഞ്ഞു. അതെ, ചേമ്പും ചേനയും ജാതിക്ക മുഴുവൻ തീർന്നു.
ഇനി ജാതി കണ്ടില്ലെന്ന് പറയരുത്. ജാതിയിൽ ഒറ്റ ജാതിക്കില്ല മക്കളെ, എല്ലാ ജാതിയും ജാതി മാറ്റം മാത്രമേ ഉള്ളൂ. അപ്പം നമ്മളെ വെള്ളമൊക്കെ കോരി ഈ കോലം കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് തൂവാനത്തുമ്പികളിൽ ആ ക്ലാര തലയിൽ ഒരു പണ്ടാരം പിടിച്ചോണ്ടിങ്ങനെ നിൽക്കുന്നില്ലേ, എന്താണ് മത്സ്യത്തൊഴിലാളി പെണ്ണിൻ്റെ കണക്ക് ആ തലയിൽ ഒരു സാധനം ഇട്ടിട്ട് അതുപോലെ ഒരു ഫീൽ എനിക്ക് വരുന്നത്. അപ്പം നിങ്ങൾക്ക് എന്ത് തോന്നിയോ ഒന്ന് കമൻറ്റൊക്കെ ഇട്ടോ. അപ്പം നമ്മൾ പതുക്കെ നാട്ടിലെ സുഖവാസ ജീവിതമൊക്കെ അവസാനിപ്പിക്കാൻ പോവാണ്. അടുത്ത ദിവസം ഞാൻ വീണ്ടും നമ്മുടെ തിരക്കിലേക്കും നമ്മുടെ ലോകത്തിലേക്കൊക്കെ ഗുണ വരാൻ പോവുക. ഇത് വലിയ കുഴപ്പമില്ല കേട്ടോ, തൊപ്പിക്ക് പോകരുത്, നല്ല സാധനമായിട്ട് എനിക്ക് തോന്നുന്നു. മോഹം എൻ മോഹം താഴ്വരത്താരെ. ഞാൻ പറമ്പിലൊക്കെ വേഗം കാണിക്കാം. ഞങ്ങളുടെ അയൽക്കാരുടെ വീടും നാടും പറമ്പും കേട്ടോ. അയൽവക്കത്ത് വല്ലോൻ്റെ വീടാണ്, എൻ്റെ വീടല്ല കേട്ടോ. എന്നാലും ഇങ്ങനെയൊക്കെ കാണിക്കാൻ ഒരു സുഖം കണ്ടോ. നമ്മുടെ സുമിത്ര വെള്ളം പിടിക്കാൻ ഓടി പോയിട്ടുണ്ട്. അയ്യോ കടവുളേ. വെള്ളം കോരി അവശ്യ കലാകാരിയായിട്ട് ഞാൻ നിൽപ്പുണ്ട്. അങ്ങനെ മഴ ചാടുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഏത് പാട്ടുപാടാം, മഴനീർത്തുള്ളികൾ എന്നൊക്കെ പറഞ്ഞൊരു പാട്ടുണ്ട്. അത് പാടാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിലാണ്. മഴ കാണുന്നോ, മഴനീർത്തുള്ളികൾ ഇതേ സുമിത്ര കഷ്ടപ്പെട്ട വെള്ളവും കോരിയും നനഞ്ഞ് ഒട്ടി വരുന്നുണ്ട്. നാട്ടിൽ നിന്ന് വിട്ട് നിൽക്കുന്നവർക്കൊക്കെ വല്ലപ്പോഴും നാടും കാടും ഒക്കെ കാണുമ്പോൾ ഇങ്ങനെ കാണുകയും കണ്ടോ കേട്ടോ. ഏതോ ഒരു പൊട്ടം വണ്ടി കൊണ്ട് വരും, നിങ്ങളെ കൊണ്ടോണേ പറന്നു പോണതാണ്. മഴയാണ്. വരട്ടെ 2 ചേട്ടാ മര്യാദയ്ക്ക് വല്ല വഴി കൂടെ പോയി, ഞാൻ കഷ്ടപ്പെട്ട വല്ല വീഡിയോയും പിടിക്കട്ടെ. ഇങ്ങോട്ട് തിരിഞ്ഞ് നോക്കി വണ്ടി ഓടിച്ചോണ്ട് ഒരുത്തം പോകണ്ട, അതൊരു മുതുകളവൻ. മിക്കവാറും അയാൾ ഉരുണ്ട് പിടിച്ച് വീഴും. എന്നിട്ട് അവസാനം ചീത്തപ്പേര് മുഴുവൻ എനിക്കാവും. പെണ്ണുങ്ങളെ വായി നോക്കി ഓടിച്ചു. അയാളുടെ എന്താണ് തിരിഞ്ഞു നോക്കി വഴിയിൽ ഓടിച്ച് ഉരുണ്ട് വീഴുന്നതിൻ്റെ പ്രലോഭനത്തെ ഞാൻ പെടുത്തി. എന്നെ കണ്ടുകൊണ്ട് അയാൾ ഓടി. ഇങ്ങനെയൊക്കെ ചീത്തപ്പേര് വെറുതെ വരും. എൻ്റെ പൊന്ന് കാരണവരും മര്യാദയ്ക്ക് വല്ല വണ്ടി ഓടിച്ചോണ്ട് പോകും കേട്ടോ. മനുഷ്യനെ മെനക്കെടുത്തിക്കില്ലേ. എനിക്ക് വന്ന് എടുത്തുകൊണ്ട് പോകാനുള്ള ആരോഗ്യമൊന്നുമില്ല. വണ്ടി ഓടിക്കുന്നവർക്ക്, 2 വീലറുകാർക്ക് വഴി നോക്കി വണ്ടി ഓടിച്ചോട്ടെ. എനിക്ക് മനസ്സിലാകാത്തൊരു സംശയം, എവിടെയെങ്കിലും പെൺപിള്ളേരുണ്ടോ എന്ന് നോക്കി പോവും. എന്നിട്ട് ഉരുണ്ട് പഠിച്ച് വീഴും. അയാളെ ഞാനിങ്ങനെ ക്യാമറ ആയിരിക്കും സ്റ്റാൻഡ് പിടിച്ചോണ്ടിരിക്കുന്നുണ്ടിട്ട് ആ പാവപ്പെട്ട നോക്കി പോയതാണ്, വീഴാത്ത ഭാഗ്യം. അപ്പോൾ നമുക്ക് നിർത്താവേ.